നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിൽ നിന്നും 100 മെട്രിക് ടണ്ണിൻ്റെ സ്വർണ്ണമാണ് ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത്. 90-കൾക്ക് ശേഷം ഇന്ത്യ നടത്തുന്ന ഏറ്റവും മികച്ചൊരു നീക്കമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. അതിനുള്ള ശേഷി ഇന്ത്യക്കുണ്ടോ എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഏവരും ചോദ്യമായി ഉന്നയിക്കുന്നു. ലണ്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് സ്വർണ്ണശേഖരം മാറ്റിയതിൽ നയപരമായ പ്രശ്നങ്ങളില്ലെന്നാണ് RBI ഗവർണർ ശക്തികാന്ത ദാസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 1991 ശേഷം നമ്മുടെ രാജ്യം ഏറ്റെടുത്ത ഏറ്റവും വലിയൊരു നീക്കമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. സ്വർണം വളരെ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ആഭ്യന്തര സംഭരണ ശേഷി നമ്മുടെ രാജ്യത്തിനുണ്ട്. അത് വിനിയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ സ്വർണത്തെ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം തുറന്നു പറയുന്നു. RBIയുടെ രണ്ടാം ധനനയം 2025 സാമ്പത്തിക വർഷത്തേക്കുള്ളത് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പക്കൽ സൂക്ഷിച്ചിരുന്ന 100 മെട്രിക് ടൺ സ്വർണ്ണശേഖരം കഴിഞ്ഞ ആഴ്ചയാണ് RBI മുഖേന ഇന്ത്യയിലേക്ക് എത്തിച്ചത്. 90-91 വിദേശ നാണ്യ പ്രതിസന്ധിയുടെ സമയത്ത് $405 മില്യൺ വായ്പ കിട്ടാൻ വേണ്ടി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് സ്വർണ്ണശേഖരത്തിന്റെ ഒരു ഭാഗം ഇന്ത്യ അന്ന് പണയം വെച്ചിരുന്നു. 91 നവംബറോടെ വായ്പ തിരിച്ചടച്ചുവെങ്കിലും തിരിച്ചെത്തിക്കാനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ മുൻനിർത്തി ആ സ്വർണം അതുപോലെ UK-യിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇത്രയും കാലം നമ്മുടെ സമ്പത്ത് മറ്റൊരു രാജ്യത്ത് സൂക്ഷിക്കുകയായിരുന്നത് തിരികെ എത്തിക്കാനാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. അടുത്ത കാലത്തായി ഇന്ത്യ സ്വർണ്ണശേഖരം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. എങ്കിലും രാജ്യത്തിന് പുറത്തുള്ള ശേഖരം അതേപടി നിലനിർത്തിയിരുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ മൊത്തം സ്വർണ്ണശേഖരത്തിൽ 27.46 മെട്രിക് ടണ്ണിന്റെ വർധനവുണ്ടായിട്ടുണ്ട്. ഔദ്യോഗിക കണക്കനുസരിച്ച് മൊത്തം ശേഖരം 822 മെട്രിക് ടണ്ണായി ഉയർന്നിട്ടുമുണ്ട്. 100 മെട്രിക് ടൺ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതോടെ ആഭ്യന്തരമായി സംഭരിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് 408 മെട്രിക് ടണ്ണിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം പുറത്തിറക്കിയ RBI വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് 308 മെട്രിക് ടൺ സ്വർണം കറൻസികൾക്ക് പിൻബലമായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനോടാണ് 100 മെട്രിക് ടൺ കൂടി ചേരുന്നത്. മൊത്തം സ്വർണ്ണശേഖരത്തിൽ 413.79 മെട്രിക് ടൺ വിദേശത്താണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും വാർഷിക റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.